എൻ്റെ പേര് ജെൻസി ജോയ്. ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 27, 2023 അതിൽ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് എനിക്ക് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ ന്യൂസിലൻഡിൽ പോയി പഠിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി എനിക്കൊരു എക്സാം പാസ്സാവണമായിരുന്നു. ആ എക്സാം പാസ്സാവുന്നതിന് വേണ്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞ ശേഷം ആ എക്സാം ഞാൻ പാസ്സായി. പിന്നെ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി ന്യൂസിലൻഡിലേക്ക് വേണ്ടിയുള്ളത്. പെട്ടെന്ന് ഓഫർ ലെറ്ററൊക്കെ വന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബാങ്കിനെ സമീപിച്ചപ്പോൾ, ലോണിന് വേണ്ടി ബാങ്കിനെ സമീപിച്ചപ്പോൾ എനിക്ക് സിബിൽ സ്കോറിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവസാനം ബാങ്ക് അത് ഇടപെട്ട് അത് ഓക്കെ ആണെന്നും പറഞ്ഞ് അവർ ലോൺ സാങ്ഷൻ ആക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് സമയം എടുത്തു, 1.5 മാസത്തോളം എടുത്തു പ്രോസസ്സ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവാൻ. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നത് ഞങ്ങൾക്ക് ബാങ്കിൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ഞങ്ങൾ 2 തലമുറയ്ക്ക് മുമ്പുള്ള ഒരു പട്ടയം വേണമെന്ന് പറഞ്ഞു. അതില്ലാതെ ഞങ്ങൾക്ക് ബാങ്ക് ലോൺ പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് അത് ഈ സ്റ്റഡീസ് വരെ ഉപേക്ഷിച്ചാലും ഞാൻ വിചാരിച്ചു. കാരണം ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ അന്വേഷിച്ചു ആ പട്ടയത്തിന് വേണ്ടി, പക്ഷേ എവിടെയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഭയങ്കര നിരാശയോടുകൂടി ഒരു ദിവസം ഞാൻ ആ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാതാവ് തോന്നിച്ചു, മെയ് 1 എനിക്കൊരു ഉത്തരം തരുമെന്ന്. മെയ് 1 ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഈ പട്ടയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പകർപ്പ് ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ ഓഫീസിൽ നിന്ന് ലഭിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലോണൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് വിസയ്ക്ക് വെച്ച സമയത്ത് ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇന്നുണ്ട്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഈ ന്യൂസിലൻഡിലേക്ക് ഇമിഗ്രേഷൻ്റെ ഭാഗത്തുനിന്ന് ചിലവർക്ക് ഇൻ്റർവ്യൂ കോൾ വരാറുണ്ട്. അപ്പോൾ എനിക്ക് വരുമ്പോൾ എനിക്കതിൽ നന്നായിട്ട് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിസ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവരോട് എല്ലാ ദിവസവും ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ലഭിച്ച തേനും ഭക്ഷിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കോളൊന്നും വന്നില്ല. ജൂലൈ 4 ആയപ്പോൾ എൻ്റെ വിസ അപ്രൂവൽ വന്നു. പക്ഷെ അന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 1 ഇയർ ആയിരുന്നു. പക്ഷേ എൻ്റെ കോഴ്സ് 1.5 ഇയർ ആണെന്നും പറഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് മെയിൽ വന്നത്. അതിൻ്റെ പ്രകാരം എനിക്ക് കുറച്ച് ഡിലേ വന്നു എൻ്റെ ഫീസ് പേ ചെയ്യാൻ വേണ്ടി. പിന്നീട് ബാങ്കിനെ സമീപിച്ചപ്പോൾ ഞങ്ങളെല്ലാ പേപ്പേഴ്സും ഫീസ് പേ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നെങ്കിലും അവർ വീണ്ടും ഡിലേ ആക്കി. അങ്ങനെ ഈ എല്ലാ സമയത്തും ഞാൻ കാശുരൂപം വെച്ചും അതുപോലെ തന്നെ ഒപ്പ് വെച്ചും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ജൂലൈ 13 എൻ്റെ വിസ ലഭിച്ചു. അപ്പോൾ ഈ ആഴ്ച ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് എൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുള്ള 2 നിയോഗങ്ങളായിരുന്നു എൻ്റെ അനിയന്മാർക്ക് എക്സാം പാസ്സാവാനുള്ളത്. അങ്ങനെ എൻ്റെ ഒരനിയൻ 10ലായിരുന്നു. അവന് നല്ല മാർക്കോടുകൂടി അവൻ്റെ 10th പാസ്സാവാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു അനിയന് ഡിഗ്രി എക്സാമിനും നന്നായിട്ട് പാസ്സാവാൻ പറ്റി. പിന്നീട് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ പപ്പയുടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിരുന്നു. അപ്പോൾ അതിൽ നോർമൽ ആവാൻ വേണ്ടി അതും ആ ഉടമ്പടി ധ്യാനത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അതെല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ പുറത്ത് എൻ്റെ ഇടവകയ്ക്ക് പുറത്തായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പപ്പ പൈസ തരുമ്പോൾ അതെല്ലാം പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടിയും പ്രാർത്ഥന അടുക്കും ചിട്ടയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനും പള്ളിയിൽ പോകാനുള്ളതൊക്കെ തുടങ്ങി. 2 കൊരിന്ത്യർ 12:9 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മളുടെ ജീവിതത്തിൽ ഉടമ്പടി വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള കൃപ ദൈവമായ കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകും. ഈ അൾത്താരയിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ സാക്ഷ്യമാണ്, യുവതികളുടെ സാക്ഷ്യമാണ്. ഇവരൊക്കെ ശ്രദ്ധേയമായിട്ട് നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് ഇവർ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കുകയും ഇവർ തന്നെ ശരീരത്തിലെ ത്യാഗം എടുത്തുകൊണ്ട്, ഉപവാസം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുവാനായിട്ട് കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപ ഇവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് കടന്നു വരുന്നതായിട്ട് ഇവർ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ജെൻസി എന്ന സഹോദരി നമ്മളോട് പറയുകയായിരുന്നു,
ന്യൂസിലൻഡിൽ പോകുവാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ തടസ്സങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ നേരിടണമെന്നറിയാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഇവരെ സഹായിക്കുന്നതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രത്തോളമാണോ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്, കാരുണ്യ പ്രവൃത്തികളായിട്ട്, നമ്മളുടെ ജീവിതത്തിൻ്റെ രീതികളായിട്ട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ കൃപകൾ ചൊരിയും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഉടമ്പടി ജീവിതം കൃപയുടെ ജീവിതമാകുവാനായിട്ട് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും പങ്കുചേരാം. ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു, സഹോദരന്മാരുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിന് മാതാവ് നല്ല ഫലം കൊടുത്ത് അനുഗ്രഹിച്ചു. തൻ്റെ അപ്പൻ്റെ അസുഖത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.